സതീഷേട്ടാ അല്ലേട്ടാ ഹലോ കഴിഞ്ഞ പിന്നെ ലളിത പുരസ്കാരത്തെ കുറിച്ചാണ് പറയാനുള്ളത്. അമ്മ 24ാമത്തെ എഡിഷൻ വരെ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നൊരു ഫൗണ്ടേഷനാണ്. അപ്പോൾ അവര് ഇതുപോലെ നമ്മളെ വിട്ടുപോയപ്പോൾ ഒരു ലളിത പുരസ്കാരത്തിൻ്റെ കൂടെ തന്നെ ഒരു ലളിത പുരസ്കാരം കേൾക്കണം നമ്മുടെ ആവശ്യം കമ്മിറ്റി അംഗീകരിക്കുകയും അത് മഞ്ജു ചേച്ചിക്ക് തന്നെ അതെത്താൻ പറ്റുന്നതിൽ സന്തോഷമുണ്ട്. ഇവരെല്ലാവരും ഇവിടെ വന്നു. നമ്മൾ 27ാമത്തെ കൊല്ലം ഈ പരിപാടി നടത്തിയതിലും സന്തോഷമുണ്ട്. 28ാമത്തെ കൊല്ലത്തിലേക്ക് നോക്കാം. എല്ലാവരും 27 കൊല്ലമായിട്ടും നമ്മളോട് നിന്നിട്ടുള്ള നിങ്ങളോട് നന്ദി. ഭാരതസ്മൃതിയുടെ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി രാജൻ നന്ദി പ്രകാശനത്തിനായി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വേദിയിലും കഥകളിക്ക് അങ്ങനെ സദസ്സുകൾ ഉണ്ടാകുന്നതല്ല നിർഭാഗ്യവശാൽ. പക്ഷെ അന്ന് ഈ 2 കുരുന്നുകൾ അരങ്ങേറുന്ന ഞാനും ഒരു സുഹൃത്തും അനരാജൻ എന്ന സുഹൃത്തും അരങ്ങേറുന്ന ഒരു ദിവസമാണ്. അപ്പം അന്ന് ഗോപിയാശാന്റെ നടയരുതുമുണ്ട്. ഇപ്പൊ നടയരുതും കാണാനായിട്ട് ആളുകൾ വരുന്നുണ്ട്, ആശാനെ ആരാധിക്കുന്ന ആളുകൾ വരുന്നുണ്ട്. അപ്പം മനോഹര എനിക്ക് അങ്ങനെ ഒരു ചടങ്ങുണ്ടെന്നൊന്നും എനിക്കറിയില്ല ആ പ്രായത്തിൽ. പിന്നെ ആശാൻ ഇടയ്ക്കോട്ട് വിളിച്ചിട്ട് അരങ്ങേറ്റക്കാരനാണ്, ആശാൻ ഒന്ന് മനോഹര തൊടിയിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു നിക്കറും ഇട്ട് ആശാന്റെ മുന്നിലിരുന്ന് ആശാൻ ആ മനോഹര എടുത്ത് നന്നായി വരണം എന്ന് പറഞ്ഞത് ഇപ്പോഴും എൻ്റെ കാതുകളുണ്ട്. അതിനുശേഷം ആശാന്റെ ഓർമ്മയിലുണ്ടാകുമോ എന്നറിയില്ല. എത്രയോ സദസ്സുകളിൽ വൈകുന്നേരത്തിലായാലും വയനാടായാലും പൂർണ്ണയിലായാലും എത്രയോ കഥകളി സദസ്സുകളിൽ 2 വട്ടം ആശാന്റെ ഒരു ഭാഗവനും എൻ്റെ പരമാവധനായിട്ട് അച്ഛനും മകനും പോലെ കഥകളിയിൽ ആടാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ദക്ഷയായും ഇന്ദ്രനും ദക്ഷനും അങ്ങനെ എനിക്ക് ഓർത്തു വെക്കാൻ എൻ്റെ വീട്ടിലെ അലമാരയിലെ ആൽബത്തിനുള്ളിൽ ഞങ്ങൾ ഒരുമിച്ച് ആടിയ വേഷങ്ങളുടെ, ഞങ്ങളെ പറ്റി എഴുതിയ വാർത്തകളുടെ ഒക്കെ ഒരുപാട് ഓർമ്മകൾ ഉള്ള അത് നിധി പോലെ കൊണ്ടു നടക്കുന്ന ഏത് സദസ്സിൽ പോയാലും ഞാൻ ഗോപിയാശാന്റെയൊപ്പം കഥകളി കളിച്ചിട്ടുള്ള ആളാണെന്ന് എനിക്ക് ഇപ്പം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഞാൻ തുടരുമിൻ്റെ കഥ പറയാനായിട്ട് സാറിൻ്റെ അടുക്കെ പോവുകയാണ്. എൻ്റെ കൂടെ ശ്രീലേട്ടനുണ്ട്. ഞങ്ങൾ കഥ പറയാനായിട്ട് പോകുമ്പോൾ ഞാനൊരു ഏറ്റവും പുതിയ ആളാണ്. അപ്പം ഈ പറയുന്ന പോലെ രഞ്ജിത്തേട്ടനാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നതും പരിചയപ്പെടുത്തുന്നതും ഒക്കെ. അപ്പം ഞങ്ങൾ ഈ കഥയെല്ലാം പറയുമ്പോഴും ലാലേട്ടൻ ഞങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ കൂടുതലും കാര്യങ്ങൾ സംസാരിക്കുന്നതൊക്കെ രഞ്ജിത്തേട്ടൻ്റെ കയ്യിലാണ്. അപ്പം ഞങ്ങൾ 2 പേരോടും നമ്മളിനി വർക്ക് ചെയ്യാൻ പോവുകയാണല്ലോ എന്നുള്ള പരിഗണനയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അന്ന് ഒരുമിച്ച് ഞങ്ങൾ ഈ പടം അനൗൺസ് ചെയ്യാനുള്ള പോസ്റ്റർ അടിക്കാനൊക്കെ ഞാൻ ലാലേട്ടൻ്റെ ഒപ്പം ഒരു ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ലാലേട്ടൻ്റെ കയ്യിൽ ഞാൻ ശ്രീലേട്ടനോട് ചോദിച്ചു, ഞാൻ കഥകളിയൊക്കെ പഠിച്ച കാര്യം പറയട്ടെ, അത് പറയത് ലാലേട്ടനോട് പറയുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അടുത്ത ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഞാൻ പറയുന്നത് ഞാനിങ്ങനെ ഒരു 10-15 വർഷം കഥകളിയൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പം പെട്ടെന്ന് എന്നെ ഞെട്ടി നോക്കി. ഞാൻ പറഞ്ഞ ഗോപിയാശാന്റെയൊക്കെ ഒപ്പം പിന്നീട് സംസാരങ്ങളും കാര്യങ്ങളും പിന്നീട് ഞങ്ങൾ ആ സിനിമയുടെ സംസാരങ്ങളാണെങ്കിൽ പോലും അല്ലെങ്കിൽ ആ ഏതാണ്ട് 90 ദിവസങ്ങളും ലാലേട്ടനൊപ്പം ഞങ്ങൾ ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട്. ഓരോ സമയങ്ങളിലും ബ്രേക്ക് കിട്ടുന്ന സമയങ്ങളിൽ ശ്രീലേട്ടനായിട്ട് ഫോട്ടോഗ്രാഫിയെ പറ്റിയാണ് സംസാരിക്കുന്നത്. എൻ്റെ ഇടയ്ക്കയിൽ ഗോപിയാശാനെ പറ്റിയും ശിവരാമൻ ആശാനെ പറ്റിയും മാനപ്രസ്ഥം ചെയ്തതിനെ പറ്റിയും കഥകളി എന്ന് പറയുന്നതിൽ ലാലേട്ടൻ കടന്നു പോകാത്ത വേഷങ്ങളെ പറ്റിയൊക്കെ ഉള്ള സംസാരങ്ങളാണ്. സിനിമ എന്ത് ചെയ്യുന്നു, അവിടെ ഫ്രെയിമിൽ നടക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഞങ്ങളുടെ കണക്ഷൻ പോയിന്റ് എന്ന് പറയുന്ന കഥകളിയാണ്. അപ്പം എൻ്റെ അങ്ങനെയുള്ള ഒരാളുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്